സോ ഹലോ ഗൈസ്, ഒന്ന് നമ്മൾ വന്നിരിക്കണം ബാക്ക് മൈൻക്രാഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ ഇടയ്ക്ക് തോന്നെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ബട്ട് അത് കിട്ടിയില്ല. അത് മാത്രമല്ല, എൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ മൈൻക്രാഫ്റ്റും പോയിട്ടുണ്ടായിരുന്നു. പോയി അറിയാതെ കൈ തട്ടിപ്പോയതടേ. അപ്പോൾ ഞാൻ ഒന്നും കൂടി റീസെറ്റാക്കി ഒന്ന് ഇൻസ്റ്റാളൊക്കെ ചെയ്ത് എൻ്റെ അടുത്ത് ബാക്കപ്പ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പഴയ വീട്ടിൽ നിന്ന് ഞാൻ ബാക്കപ്പ് ചെയ്ത് കുറച്ചും കൂടി മോഡിഫിക്കേഷൻ വരുത്തി. ഇതാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മൾ മറ്റേ വാളുണ്ടാക്കുകയാണ് കേട്ടോ, മതിൽ. കാരണം വല്ല സോംബിയായിട്ട് കിടന്നാൽ നമ്മൾ കൃഷി നശിപ്പിച്ചാലേ പണിയാവും ഗൈസ്. ഫുഡ് കിട്ടില്ല. അതുകൊണ്ടാണ്, അല്ലേ വേറെ ഒന്നുമില്ല, അത്ര തന്നെ. അപ്പോൾ ഞാൻ വീഡിയോ ഇടാൻ തന്നെ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ടാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊക്കെ കൊണ്ട് പൊട്ടിച്ച് വന്നിട്ട് ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ, നെവർ മൈൻഡ്. ഓക്കെ, നമ്മൾ വീഡിയോ അല്ല വീട്, നമ്മളുടെ വീടും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു വീട്ടിൽ അപ്ഗ്രേഡ് ചെയ്യണം. ആൻഡ് ഞാൻ ഇവിടെ ആയിട്ട് ഒരു ടവറൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. സോ അതും നമുക്ക് വരുന്ന വീഡിയോയിൽ അപ്ഗ്രേഡഡായി കാണാൻ പറ്റും. പിന്നെ അത് ഇവിടെ ആയിട്ട് ഞാനൊരു ബിൽഡിങ്ങൊക്കെ കയറ്റിയിട്ടുണ്ട്. അത് വേറെ ഒരു ബിൽഡിങ്ങല്ല, ഷീപ്പിൻ്റെ ഫാമാണ്. അതിൽ കുറച്ച് ഷീപ്പിനെ കേസ് ഇത്രയൊക്കെ അങ്ങനെ കൊണ്ടുവന്ന് സെറ്റാക്കിയിട്ടുണ്ട്. 2-ന് 4, 4-ന് 5 അങ്ങനെ. ഞാൻ അതുകൊണ്ടാണ് ഇത്തിരി ഫുഡ് ഒപ്പിക്കണം, അല്ലെങ്കിൽ ഇല്ലല്ലോ. എന്തായാലും നമുക്കത് ആക്സും കൊണ്ട് 2 ഫുഡ് പൊട്ടിക്കാം. എന്നിട്ട് നമുക്ക് നേരെ പരിപാടി സെറ്റാക്കണം. ഇത് ഉടനെ വെച്ചിട്ട് ആക്കാമല്ലേ. 1-ന് 4 കിട്ടും, അതാണ് ബെനിഫിറ്റ്. അല്ലെങ്കിൽ 1-ന് 1 കിട്ടുന്നില്ലെങ്കിൽ നല്ല പണിയാവും, ഇപ്പോഴും കടന്ന് മൈനിങ്ങാവും. ഓക്കെ, നമ്മളത് ഇവിടെ എത്തി. നമുക്ക് ഈ ഒരു ഏരിയ അടക്കണം കേട്ടോ, കാരണം അതേ കൂടെ ഒക്കെ സോംബി വരും. പൊട്ടി ഗൈസ്, എല്ലാം കുളക്കിയിട്ടുണ്ട്. കുളം ഉണ്ട്, ഇതൊക്കെ വലുതായി കേട്ടോ. എന്തായാലും നമുക്ക് മുറുക്കണം. എല്ലാം അലങ്കോലാണ്, എന്തായാലും നമുക്ക് സെറ്റാക്കണം ഗൈസ്. അടുത്ത വീഡിയോയിൽ നമ്മൾ എല്ലാം സെറ്റാക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഫുൾ ഒരു വീഡിയോ തന്നെ ഞാൻ, എന്നുവെച്ചൊരു സൗണ്ടില്ലാത്തൊരു സിനിമാറ്റിക് വീഡിയോ തന്നെ ഞാൻ സെറ്റാക്കും അടുത്ത വീഡിയോയിൽ. കണ്ടോ ഗൈസ്, സെറ്റാക്കാൻ ഞാൻ മാക്സിമം നോക്കുന്നതാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ ഈ മഷ്റൂമിൻ്റെ മറ്റു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഏകദേശം ഒന്ന് സെറ്റാക്കണം. അടുത്ത വീഡിയോയിൽ ഞാൻ ഈ സാധനം വല്ലതൊക്കെ വല്ല കുഞ്ഞ് ബേസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ബിൽഡ് സെറ്റാക്കണം ഒരു. സോ ഗൈസ്, നമുക്ക് നേരെ ഈ കാണുന്ന ഇതിൻ്റെ മുകളിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒത്തിരി പണിയുണ്ട്. ഫുഡൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് സെറ്റാക്കണ്ടേ ഗൈസ്, പവർഷാക്കണ്ടേ. അപ്പോൾ അതിന് സോ ഗൈസ്, നമുക്കത് മരം മുറിക്കാം. സോ നമുക്കത് ഈ 4 വേണോ, കാരണം മരം എങ്ങനെ നിൽക്കും. അതുകൊണ്ട് നമുക്ക് മറ്റേ ഏതൊക്കെ കുറേ റിസോഴ്സ് പാക്ക് ഇട്ടാൽ ഗൈസ്, താഴെ 2 ഒരു അടിഭാഗം അടിയിലത്തുള്ള ബ്ലോക്സ് പൊട്ടിച്ചാൽ എല്ലാം പൊട്ടി താഴെ വീഴും. അങ്ങനെയുള്ളൊരു റിസോഴ്സ് പാക്ക് ഉണ്ട്. അപ്പോൾ അത് ഞാൻ നോക്കിയിട്ടില്ല, അപ്പോൾ അത് ഞാൻ സെറ്റാക്കുന്നതാണ്. എന്തായാലും നമുക്ക് നമ്മുടെ വീട് കുറച്ച് എക്സ്പാൻഡ് ചെയ്യണം. സോ എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, ആക്സ് പൊട്ടാറായി, ആക്സ് സെറ്റാക്കണം. എവിടെ? ഓക്കെ, സ്റ്റിക്ക് കിട്ടി. ആക്സ് സെറ്റാക്കണം ഗൈസ്, എന്നാലാണ് നമുക്ക് വുഡ് ഇനിയും പൊട്ടിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വുഡ് ആക്സ് പകുതിക്ക് വെച്ച് പൊട്ടും. വുഡ് അത്രേ ഗൈസ്, ഭ്രാന്ത് പിടിക്കും, അതാണ്. ഓക്കെ, നമുക്കിനി ഇതിനെ എടുത്തപ്പുറത്ത് വയ്ക്കാം. നമുക്ക് ഇതിനൊക്കെ പെട്ടെന്ന് പൊട്ടിക്കാം. അല്ലെങ്കിൽ പിന്നെ വേണ്ട ഗൈസ്, ഞാൻ ഫുൾ വീടിൻ്റെ മറ്റേ ഈ അപ്ഗ്രേഡ് അങ്ങനെ ഞാൻ ബിൽഡ് ചെയ്യണ ഫുള്ള് ഞാൻ ഒട്ടുക ഫാസ്റ്റിൽ കാണിച്ചു തരാം കേട്ടോ. സോ ഗൈസ്, നമ്മളുടെ വീടിൻ്റെ പരിപാടി ഫിനിഷ് ആയിട്ടുണ്ട്. കാണിച്ചു തരാം. 3, 2, 1, 0. സ്ലോ മോഷൻ ഉണ്ട്. 3, 2, 1, 0. കണ്ടില്ലേ ഗൈസ്, നമ്മളുടെ വീട്, എൻ്റെ വീട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെ, ഇത് നമ്മളുടെ മറ്റേ കവാടം എന്നൊക്കെ പറയില്ല. ആദ്യം ഇതൊക്കെ വൃത്തിയാക്കട്ടെ, കയറി വരുമ്പോൾ എന്ത് വിചാരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ കവാടം, എന്നുവെച്ചാൽ ഡോറ്.
എന്നുവെച്ചാൽ മറ്റേ ഇരുളടേ അത് മുൻവശം. സോ ഇതിങ്ങനെ ഓപ്പൺ ചെയ്താൽ ഗേറ്റ് ഓപ്പൺ ചെയ്താൽ അതാ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. ഇനി ഇതേനത് എങ്ങനെ പോയാൽ ഇതൊക്കെ നമ്മുടെ കൃഷിയാണ്. ഇതൊക്കെ നമ്മൾ കുറച്ച് അങ്ങോട്ട് സൈഡൊക്കെ നോക്കാം. ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് സെറ്റാക്കാൻ നോക്കണം. കാരണം അവിടെ നിന്നാലേ കുറച്ചൊരു ടച്ചിങ് പോവും. അതാണ്. സോ അതാണ് ഞാൻ ഇവിടെ വുഡൻ പ്ലാങ്ക്സ് അല്ലെങ്കിൽ മറ്റേ കോബിൾ സ്റ്റോണൊക്കെ വയ്ക്കാനാണ് നോക്കിയത്. പിന്നെ വേണ്ട വെച്ചാണ്. ഇനി നമുക്കത് അതും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വേണ്ട ലൈറ്റ് വയ്ക്കാം. ഇവിടെ രണ്ടെണ്ണം വയ്ക്കാം. കാരണം കയറി വരുമ്പോഴേ പാതിരാത്രി കയറി വരുമ്പോൾ ഇടയിനൊക്കെ കൊന്നിട്ട് കയറി വരുമ്പോൾ പിന്നെ നമ്മളത് മുകളിലേക്ക് നമുക്ക് ആദ്യം ഈ ബെഡ് എടുത്ത് മാറ്റണം. ഇവിടുന്ന് ഇവിടെയൊക്കെ കുറച്ച് സാധനങ്ങൾ വരണം. അതൊക്കെ ഞാൻ സെറ്റാക്കട്ടെ. വുഡുണ്ട്. സോ ഒരു ചെസ്റ്റ് ഉണ്ടാക്കാം. സോ നമുക്കത് ചെസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ചെസ്റ്റ് നമ്മളവിടെ വെക്കുന്നു. രണ്ടെണ്ണം ഇരിക്കട്ടെ. ഇതിലൊരു എക്സ്പാൻഡബിൾ സ്റ്റോറേജ് ഗൈസ്. 1 2 രണ്ടെണ്ണം ഉണ്ടാക്കി വെച്ചു. ഓക്കെ. പവറിഷ് അതിനിതേ നമുക്ക് ഇവിടുന്ന് മുകളിലേക്ക് കയറാം. ഇവിടെ നമ്മളുടെ മറ്റേ ഈ സൂര്യനൊക്കെ അസ്തമിക്കുമ്പോൾ നമുക്ക് നോക്കി നിൽക്കാനായിട്ടുള്ളൊരു ബെസ്റ്റ് ബാൽക്കണി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. കുഴപ്പമില്ല. കാണാൻ പറ്റും. സൂര്യൻ അസ്തമിക്കുന്നു. നമുക്കിവിടെ ബെഡ്റൂം സെറ്റാക്കണം കേട്ടോ. നമ്മുടെ ബെഡ് വയ്ക്കാൻ ബെഡ് നേരെ പൊട്ടിക്കാം. വെയിറ്റ്, കുറച്ച് കോബിൾ സ്റ്റോണൊക്കെ വേണം നമുക്ക്. ഓക്കെ, കുറേ ഐറ്റംസ് വേണം. നമുക്കിതിങ്ങനെ കയറി വന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഞാനൊരു കുഞ്ഞ് ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ എംറ്റിയാണ്. അങ്ങോട്ട് കയറാൻ തന്നെ ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അവിടെയൊക്കെ ഞാൻ കുറേ സാധനങ്ങൾ സെറ്റാക്കും ഗൈസ്. ഓക്കെ, കോൾ എടുക്കുന്നു, നമ്മുടെ ഫുഡ് വെക്കുന്നു, മാറ്റി വെക്കുന്നു. അതിൽ നമുക്ക് കുറച്ച് ഫുഡ് കഴിക്കണം കേട്ടോ. സോ ഞാൻ ഇത് കാണിച്ചൊന്നുമില്ലല്ലോ അല്ലേ. നമ്മുടെ ഹാർഡ് ഫാം ഇതാണ് സംഭവം. നമ്മൾ 1 2 3 4 കുറേ ആൾക്കാരുണ്ട്. സോ നമുക്കിനി പുറത്തേക്ക് കയറാം. നമുക്ക് മൈനിങ്ങിന് പോകാം ഗൈസ്. നമുക്ക് മൈൻ ചെയ്താലാണ് വലുതൊക്കെ കിട്ടത്തുള്ളൂ കാര്യമായിട്ട്. സോ അതാണ് സംഭവം. നമുക്ക് മൈനിങ്ങിന് ഇറങ്ങാം. ഓക്കെ, നമ്മുടെ ലാവയിൽ ഇപ്രാവശ്യം ചെയ്യാം കേട്ടോ മൈനിങ്. അത് നമുക്ക് താഴത്തേക്ക് ഇറങ്ങിയിട്ട് എല്ലാം സെറ്റെല്ലാം നോക്കാം. ഓക്കെ, വെയിറ്റ്, ഇവിടെ വഴി തെറ്റിപ്പോരെ. വഴി തെറ്റുമോ? മോളിക്കൂല താഴത്തേക്ക് പോലേ. വെയിറ്റ് മിനിറ്റ്. മോളിക്കൂല താഴത്തേക്ക് പോലേ. മുകളിൽ നമുക്ക് മുകളിലേക്ക് ഇനി കയറി പോവാം. ഞാൻ ലാവ നോക്കിയില്ല ഗൈസ്. അതാണ് പറ്റിയത്. ഞാൻ ലാവ ഇവിടെ ഉണ്ടെന്ന് നോക്കിയില്ല. നേരെ താഴത്തേക്ക് പോയി. അതാണ് കുഴപ്പമുണ്ടായി. ഓക്കെ, നമുക്കിത് ഈ ഒരു ഏരിയയിലായിട്ട് നമുക്ക് ഇത് അയ്യൺ കിട്ടാൻ നല്ലൊരു ബെസ്റ്റ് ഏരിയയാണ്. കൂടുന്ന 2 3 കോബിൾ സ്റ്റോൺ പൊട്ടിച്ചെടുത്തിട്ട് ഇതുണ്ടാക്കാൻ സെറ്റാക്കാം. എന്നുവെച്ചാൽ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പോകണമല്ലോ. ആ ഏരിയ സെറ്റാക്കാം. ആക്സിലിടാ, പിക്കേക്സ്. ഓക്കെ, നമുക്കിതൊക്കെ ഒന്ന് പൊട്ടിക്കാം. ഈ ഒരു ഏരിയയിൽ മൈനിങ് ചിലപ്പോൾ കിട്ടാം ചാൻസിന്. കാരണം ഇവിടെ വേണമെങ്കിലും അയൺ ഉണ്ടാവാം. നമുക്ക് അടിയേക്ക് മൈൻ ചെയ്യാം. കാരണം ഇവിടെ മറ്റേ ലാവ ഉണ്ടല്ലോ. അപ്പോൾ അയണും ഡയമണ്ടൊക്കെ എന്ത് വേണമെങ്കിലും ഉണ്ടാവും ഗൈസ്. ഓക്കെ, ഇതിവിടെ ഇല്ല. ഇവിടെ വെച്ച് എനിക്ക് മൈൻ ചെയ്യാൻ പറ്റില്ല. ഇവിടെ വയ്ക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ താഴത്തേക്ക് മൈൻ ചെയ്യാം ഗൈസ്. ഇത് വെക്കണമല്ലോ. പിന്നെ ഇവിടെ വെച്ചിട്ട് ഇതൊന്ന് ചാടിയിട്ട് ഇവിടെ വെച്ചിട്ട് ഇവിടുന്ന് താഴത്തേക്ക് ഇങ്ങനെ നമുക്ക് ഇവിടെ ഒരു കോബിൾ സ്റ്റോൺ വയ്ക്കാം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് താഴത്തേക്ക് ഇങ്ങനെ മൈൻ ചെയ്ത് പോകണം. ഇതെന്താ സംഭവം? ഞാൻ നോക്കിയിട്ടില്ല. എന്തായാലും ഞാനിതിൻ്റെ മൾട്ടിപ്ലെയർ കുറച്ച് ദിവസം മുന്നേ കളിച്ച് കേട്ടാം. കുഴപ്പമില്ല, നല്ല അത്യാവശ്യം കൊള്ളാം. നമുക്ക് അത്യാവശ്യം നല്ല ഇതൊക്കെ ഫ്രണ്ട്സിനൊക്കെ അത്യാവശ്യം ഉണ്ടാക്കാൻ പറ്റുന്ന തോന്നാൽക്കാറുണ്ട്. ഇന്ത്യയിൽ തന്നെ വലുതുണ്ട്. സോ അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഞാൻ കളിക്കുന്നതാണ്. ഓക്കെ, അപ്പം നമുക്കത്
ഇത് ഫുള്ള് അങ്ങോട്ട് മൈൻ ചെയ്ത് അടിയിക്കാൻ അത് തന്നെയാണല്ലോ ഈ ഫുള്ള്. ഒന്ന് കിട്ടി കിട്ടിയടാ മോനൂസേ, ഇരുട്ടായി വന്നു. ഇത് നമുക്കൊരു ടോർച്ച് കൂടെ കുത്തി വയ്ക്കാം. അടാ അയൺ ഗൈസ്, അയൺ കിട്ടി. ഓ മൈ ഗോഡ്, അയൺ 2 അയൺ ഒരു അയണുള്ളൂ. ഞാൻ 2 ആക്കിയെന്ന് മാത്രം. ഓക്കെ, നമുക്ക് ഈ അയൺ കുട്ടനെ പൊട്ടിക്കാം. അനദർ അയൺ. എത്ര അയൺ ഉണ്ട്? കഴിഞ്ഞ് അത് പറഞ്ഞപ്പോൾ കേസാണ്. ഇല്ല. അപ്പം നമുക്കിനി ഇപ്പോൾ കിട്ടിയ അയൺ ജസ്റ്റ് ഒന്ന് സ്മെൽറ്റ് ചെയ്യാൻ വയ്ക്കാം. എന്തായാലും ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം. ഗൈസ്, നമ്മളത് ഇവിടെ എത്തി. നമുക്ക് ഈ അയണൊക്കെ ഒന്ന് സ്മെൽറ്റ് ചെയ്യാം. ഓക്കെ, എന്നാവട്ടെ ഗൈസ്. നമുക്ക് അതും കാര്യങ്ങളൊക്കെ തന്നെ കുറേ ആവും കേട്ടോ. അതൊക്കെ തോന്നുന്ന നേരം. ഇപ്പോൾ ആദ്യത്തെ ആവുകയാണെങ്കിൽ ആവട്ടെ. ഓക്കെ, രണ്ടാമത്തെ ആവ് പെട്ടെന്നാവട്ടെ. ഇത് വയ്ക്കാൻ പറ്റില്ല അല്ലേ? ഓക്കെ, ഇതൊക്കെ ആവണമെങ്കിൽ തോന്നുന്ന ടൈം എടുക്കും. നമുക്ക് തിരിച്ച് വെക്കാം അയൺ ഇങ്കട്ട്. സോ പിന്നെ നമുക്ക് നമ്മുടെ ബെഡൊക്കെ ഇവിടെ ആയിട്ട് സെറ്റാക്കണ്ടേ? അപ്പോൾ അതിനായിട്ട് നമുക്കൊന്ന് നോക്കണം. നമുക്ക് ഇവിടെ ആയിട്ട് ബെഡ്റൂം അങ്ങോട്ട് സെറ്റപ്പ് ആക്കാം. ബെഡ് പൊട്ടട്ടെ. ഞാൻ ബെഡ് ഇതുവഴി മാറ്റിയിട്ട് ഗ്രേ ആക്കിയിട്ടുണ്ട്. കുറച്ച് കളറൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കേണ്ട ഗൈസ്, അതിന് തന്നെയാണ്. പിന്നെ എൻ്റെ സ്കിന്നിങ് ഞാൻ പുതിയത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഓറഞ്ച് കളർ സ്കിന്നാണ് ഉണ്ടാക്കിയിട്ടില്ല. ബ്ലാക്ക് വേഴ്സസ് ഓറഞ്ച്. എൻ്റെ പകുതി മുഖം. ഓക്കെ, പകുതി എൻ്റെ ഫേസും പകുതി അതല്ല, പകുതി ഒരു നോർമൽ ഫേസും ബാക്കി പകുതി ഞാൻ ഉണ്ടാക്കിയ എൻ്റെ ഒരു ഹീറോ ഡ്രോയിങ് ടൈപ്പ് ഫേസും. എന്നുവെച്ചാൽ ഈ സെയിം സ്കിൻ തന്നെയാണ്, ബട്ട് ഇതിൻ്റെ തന്നെ ഒരു ഓറഞ്ച് ഹുഡി. എന്നുവെച്ചാൽ ജസ്റ്റ് ഡ്രസ്സൊന്ന് മാറി മാത്രം, അത്ര തന്നെ ഉള്ളൂ. ഡ്രസ്സൊന്ന് ഓറഞ്ച് ഹുഡിയിലേക്ക് മാറ്റി. കുറച്ച് പവറൊക്കെ കുറച്ചിട്ട്, പവർഫുൾ കുറച്ച് കൂടിപ്പോയി. ഞാൻ ഈ സ്കിൻ ഉണ്ടാക്കി നമുക്ക് മെയിൻ സ്കിന്ന് കാണാൻ പറ്റും, കുറച്ച് പവർഫുൾ കൂടി. ഓക്കെ, നമുക്കിനി 2 ടോർച്ച് വയ്ക്കാം. നല്ല ലൈറ്റ് വേണമല്ലോ റൂമിൽ. ഓക്കെ, ഇവിടെയും വെച്ചിട്ടുണ്ടെന്ന്. നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. വെയിറ്റ്, കാണാൻ പറ്റണതുകൊണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി താഴത്തേക്ക് ഇറങ്ങാം. നമുക്ക് വീട്ടിന് പുറത്തിറങ്ങാം. ഓക്കെ, അടങ്ങി സി. നമുക്ക് ഷീൽഡ് എടുത്തിട്ട് കൈ വയ്ക്കാം. ഷീൽഡ് സെറ്റല്ല കേസ്. ഷീൽഡ് വാങ്ങിച്ചു തരാൻ മറന്നുപോയി, അതാണ് കാര്യം. ഓക്കെ, നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റാക്കണം. പുറത്തേക്ക് ഇറങ്ങാം. ഓക്കെ, പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ വീടൊക്കെ ഒന്നും കൂടി നോക്കട്ടെ. അതൊന്നും നമുക്ക് സെറ്റാക്കണം കേട്ടോ. ഷീപ്പിൻ്റെ ഫാമിങ്ങും ആ സംഭവമൊക്കെ കണ്ട അതിൽ ഞാൻ കയറി കാണിച്ചു തരാം. ഇപ്പോൾ പ്രാവശ്യം അത് ഈ കയറിനൊക്കെ മുന്നേ കേസ് വേറൊരു പണി. അങ്ങോട്ട് പോകാൻ നമുക്ക് ഉള്ളിൽ നിന്ന് ഒരു സംഭവം ഉണ്ടാക്കണം. കാരണം ഈ സോംബീസ് നമുക്ക് പുറത്ത് കൂടെ വേറെ ആൾക്കാർ എല്ലാവരും കേസ് വന്നിട്ടിട്ട് കൊത്തി കൊല്ലും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു സംഭവം ഉണ്ടാക്കണം അങ്ങോട്ട് അത്രയും ഹൈറ്റിലേക്ക്. ഞാൻ കേസ് മറ്റേ ബെഡ് വാർ പ്ലെയറാണ് മൈൻക്രാഫ്റ്റിൽ. അതുകൊണ്ടിട്ട് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല ഉണ്ടാക്കുന്നതിൽ. കാരണം ബെഡ് വാറിൽ മറ്റേ സംഭവമൊക്കെ ഉണ്ടാക്കില്ലല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയും പോകുന്നു കേസ്. ഇവിടുന്ന് ഒന്ന് ചാടിയാൽ മതി. എന്നിട്ട് ഇവിടുന്നിങ്ങനെ ഇതൊക്കെ ഈസി മെത്തേഡാണ് കേസ്. ഇവിടുന്നിങ്ങനെ കയറിപ്പോയാൽ ഇവിടെത്തും. നമുക്കിതൊക്കെ ഒന്ന് കവറപ്പ് ചെയ്യണം. ഇവിടുന്ന് ഫുള്ള് ഡ്രാഗ് ചെയ്യിപ്പിക്കാം കേസ്. ഓക്കെ, അതൊക്കെ ഇനി ഉണ്ട്. സോ നമ്മുടെ വീട് ഇവിടെ, നമ്മുടെ സംഭവങ്ങളിവിടെ. ഓക്കെ, ഇത് ഇറങ്ങാൻ പറ്റില്ലേ? ഓക്കെ, ഇറങ്ങാൻ പറ്റുന്നുണ്ട്, കയറാനും പറ്റുന്നുണ്ട്. കയറാനൊക്കെ പറ്റുന്നുണ്ട്. അതൊക്കെ കൂടിയും കയറാൻ പറ്റും. സോ നമുക്ക് ഇതിനകത്ത് കയറിയിട്ട് ബാക്കിയുള്ള പരിപാടി ആയിട്ടില്ല. ഈ ഒരു ഏരിയ ഫുള്ളൊന്ന് സെറ്റപ്പ് ആക്കട്ടെ. അതുപോലെ ഇത് നമ്മൾ ഈ ഡ്രാഗ് ചെയ്താൽ മതി, അപ്പോൾ ശരിയാവും. ഫിനിഷ് കഴിഞ്ഞടേ. ശരിടാ, അതെന്ത് പണി? ചത്തു ഇല്ല, ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അയ്യോ, അതും പോയി. ഇത് എവിടെ തൊട്ടാലും പോവാണല്ലോ ഡേ. ഇത് എവിടെ തൊട്ടാലും കേസ് പീസായി പോവാണ്. എന്ത് ചെയ്യാനാടേ, അൺലക്ക്. സോ അടുത്ത വീഡിയോ ആയിട്ടാണ് വരും. ബൈ ഗൈസ്.